ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇത് ഏത് തരം സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് എ സൂപ്പർ ഷോ, എന്തൊരു മനോഹരമായ കാഴ്ച, എന്തൊരു ഭംഗിയുള്ള കാഴ്ച. ഇത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്, ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാചകമാണ്. അതുകൊണ്ട് ഉത്തരം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. മറ്റുള്ള സെൻറ്റൻസുകൾ നമുക്കറിയാം, ഡിക്ലറേറ്റീവ് സെൻറ്റൻസും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും ഇംപറേറ്റീവ് സെൻറ്റൻസും, ഇങ്ങനെ 4 തരം വാചകങ്ങളാണ്. ഇവിടെ ഉത്തരം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. യൂസ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ, വേണ്ട ആർട്ടിക്കിൾ വെച്ച് പൂരിപ്പിക്കണം. ആർട്ടിക്കിൾസ് പറഞ്ഞാൽ എയും ആനും ദി ആണ്, നമുക്കറിയും. എ ആൻ അർത്ഥം രണ്ടിൻ്റെയും ഒരു എന്നാണ്. ദി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക തള്ളതിനെടുത്ത് പറയുന്നതിനാണ് ദി. ഹീ ഡിഡൻ ഗെറ്റ് ഡാഷ് ജോബ് ഹീ അപ്ലൈഡ് ഫോർ, അവൻ അപേക്ഷിച്ച ജോലി അവന് കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രത്യേക തള്ളതാണ്, അവൻ അപേക്ഷിച്ച ജോലി, അതിനെ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ദിയാണ് വരിക. മിഷേലെ ഈസ് ഡാഷ് ദാൻ നട്ടാഷ, മിഷേലേക്ക് നട്ടാഷയേക്കാൾ പ്രായം കൂടുതലാണ്. പ്രായ കൂടുതലിനെ സൂചിപ്പിക്കാനുള്ള വാക്ക് ഓൾഡർ ആണ്. എൽഡറും പ്രായ കൂടുതൽ സൂചിപ്പിക്കുന്നു, പക്ഷേ അത് കുടുംബ ബന്ധങ്ങളെ കാണിക്കാനാണ്. എൽഡർ ബ്രദർ, എൽഡർ സിസ്റ്റർ, അങ്ങനെ. അപ്പോൾ ഉത്തരം ഇവിടെ ഓൾഡർ. റൈറ്റ് സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ, അമിക്കബിൾ എന്നുള്ളതിൻ്റെ പര്യായ പദം എഴുതണം. ഉത്തരം ഫ്രണ്ട്ലി, രണ്ടിൻ്റെ അർത്ഥം സൗഹാർദ്ദപരമായ രീതിയിൽ എന്നാണ്. റൈറ്റ് ഓപ്പോസിറ്റ് ദ വേർഡ് കോഷ്യസ്, കോഷ്യസ് എന്നുള്ളതിൻ്റെ വിപരീതം എഴുതണം. റെക്ലെസ് എന്നാണ്. കോഷ്യസ് പറഞ്ഞാൽ ജാഗ്രതയോടെ, മുൻകരുതലോടെ. റെക്ലെസ് പറഞ്ഞാൽ ഒരു ശ്രദ്ധ ഇല്ലാണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്, ശരിയായ സ്പെല്ലിങ്ങുള്ള വാക്ക് കറ്റാസ്ട്രോഫെ, ദുരന്തത്തിനാണ് പറയുക. CATASTROPHE, കറ്റാസ്ട്രോഫെ. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി, പൈസ ഒന്നുമില്ലാത്ത ഒരാൾ, അയാളെ എന്താണ് ഒറ്റപ്പദം. ഇതിൽ ഉത്തരം വരിക പോപ്പർ എന്നാണ്. പൈസ ഒന്നുമില്ലാത്ത ആളെ പോപ്പർ എന്നാണ് പറയുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ, ഈ റൗണ്ട് ദ കോർണർ എന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥമെന്ത്? ഉത്തരം വെരി നിയർ എന്നാണ്. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ്, കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കണം. ഇതിൽ ഇപ്പോൾ ടേബിൾ, ഹാൾവേ, സീലിംഗ്, കമ്പ്യൂട്ടർ. ഉത്തരം ഹാൾവേ ആണ് ഇവിടെ കോമ്പൗണ്ട് വേർഡ്. വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കാൾഡ്, ഒരു ഫീമെയിൽ ടൈഗറിനെ എന്താ വിളിക്കുക? ഉത്തരം ടൈഗ്രസ് എന്നാണ്. എ പ്രഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ഡാഷ് ഓഫ് എ വേർഡ്, ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വെക്കുന്നതിനാണ് നമ്മൾ പ്രഫിക്സ് പറയുക. അപ്പോൾ അതിനുള്ള ഉത്തരം വരിക ബിഗിനിങ്. എ പ്രഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്, ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ എഴുതുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ പ്രഫിക്സ് എന്ന് പറയുക. പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്, നിങ്ങളുടെ റിസർച്ച് വർക്കിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കിക്കൊള്ളുന്നതാണ്. ഇപ്പോൾ സിനോപ്സിസിൻ്റെ സ്പെല്ലിങ് SYNOPSIS, സിനോപ്സിസ്.